കഷ്ണം പേപ്പറിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് വലുത് ഇതാണ് വലുത്. ഞാൻ ഈസി ആക്കി തരാം. ലൈറ്റ് ബ്ലൂ ആണോ വലുത് ഡാർക്ക് ബ്ലൂ ആണോ? ലൈറ്റ് ബ്ലൂ. കണ്ണടക്കരുത്. ഞാൻ ചെയ്യാൻ പോണത് 2 കഷ്ണം പേപ്പറിന്റെ കയ്യിലേക്ക് വെക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ക്രംബിൾ ചെയ്യണം. സാർ യുവർ ദ ലക്കിയസ്റ്റ് മാൻ. ഇത്രയും അടുത്ത് ലോകത്ത് ആരും മാജിക് കണ്ടിട്ടില്ല. സാർ കണ്ണടക്കരുത്. ജസ്റ്റ് ഒന്ന് ക്രംബിൾ ചെയ്യാണ്. 1 magic blow and I am slowly opening it. This is the easiest way for making money in the world. For buying birthday hat or any birthday gift. Sir, wait. ഒരു കാര്യം മറന്നുപോയി. We are in the middle of the sea. നമ്മൾ കടലിൽ നടക്കുകയാണല്ലേ, നമുക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. So the best magic is the money disappear. And the message of this magic, don't be greedy, work hard and make money. Happy birthday. എന്തൊരു സന്തോഷമാണ് ചേട്ടന്. ബർത്ത്ഡേ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഒന്നും കൊടുക്കാണ്ട് വിടുമ്പോൾ ചേട്ടൻ സന്തോഷം ഉണ്ടല്ലേ. ചേട്ടൻ സന്തോഷിക്കണ്ട. ഞാനേ ആളെ പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പോവുക. അപ്പോൾ ഷോറിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുക്കണം കേട്ടോ. ഈ ചേട്ടൻ കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം സാറ്, ഞാൻ പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കട്ടെ? പഠിപ്പിച്ചൂടെ? ആ 2 കഷ്ണം പേപ്പർ പിടിച്ചോ. ആ പേപ്പർ എല്ലാവരെയും ഒന്ന് കാണിച്ചോ. ഇനി ജസ്റ്റ് ഇങ്ങനെ കീറിക്കോ. ഇത്രയും ഒന്നുകൂടി എല്ലാവരെയും ഒന്നുകൂടി കാണിച്ച് ഒന്നുകൂടി ഇങ്ങനെ കീറിക്കോ. ഇത്രയും അടുത്തൊന്നും ആരും മാജിക് കാണിച്ചിട്ടുണ്ടാവില്ലേ, കണ്ടിട്ടുണ്ടാവില്ലേ? സാർ ഞാൻ പേപ്പറൊക്കെ ഒന്ന് ചുരുട്ടി കൂട്ടി ഒന്ന് കീറിട്ട് ക്രംബിൾ ചെയ്യാം, ചുരുട്ടി കൂട്ടുക. ഓക്കെ. മാജിക് വിൽ ഹാപ്പൻ ഓൺലി ഇൻ ദ മെജീഷ്യൻസ് ഹാൻഡ്സ്. മെജീഷ്യൻസിന്റെ കയ്യിൽ മാത്രമേ മാജിക് സംഭവിക്കുള്ളൂ. സോ യു ക്യാൻ ഡു വൺ തിങ്. യു ക്യാൻ പിക്ക് 1 hand. സർ ഒരു ഹാൻഡ് പിക്ക് ചെയ്തു. നല്ലോണം ആലോചിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, മാജിക് വിൽ ഹാപ്പൻ ഓൺലി ഇൻ ദ മെജീഷ്യൻസ് ഹാൻഡ്സ്. സാറിന്റെ കയ്യിൽ ഒന്നും സംഭവിച്ചില്ല. എന്റെ കയ്യിലാണ് മാജിക് സംഭവിച്ചത്. ഇത് എത്ര രൂപയെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എത്ര? 500. Do I look that rich to gift him 500? 500. അതിലല്ലേ ആൾ പറഞ്ഞേ 500. ഓക്കെ, ഇനി അതർ ഗസ് എത്ര? ഇതില്ല, അതുകൊണ്ടാണ് കിട്ടാണെങ്കിൽ 500 പോരട്ടെ അല്ലേ. ഇനി അതർ ഗസ്? അത് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഗസ് ഉണ്ടോ? 600. ഇനി അതർ ഗസ്? 10 രൂപ. ആരാ പറഞ്ഞത്? ചേട്ടനെങ്കിലും മനസ്സിലായല്ലോ എൻ്റെ. He knows me very well. 100 പറഞ്ഞേ. I'm really sorry, you're wrong. ഞാൻ ചേട്ടനെ സാറിനെ വെച്ച് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് ഒന്നിങ്ങനെ വലിച്ചു കാണോ. ഇത് ലെൻസ് വരും. ഇവിടെ കഴിച്ചോ. സ്റ്റാർട്ടിംഗ് ടൈമിൽ നമുക്ക് 3 ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ഉള്ളൂ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞത്? ഇനി സ്മാർട്ട് ഗേൾ ഓർ ബോയ്, ഒരു സ്മാർട്ടായിട്ട് മോരിക്കണ്ടല്ലോ. അപ്പൊ വന്നേ. നല്ലൊരു കയറി കൊടുത്തവന് എനിക്ക് മാജിക് അറിയൂ. ഇത് കൂടി ചേരാനുള്ള സാധ്യതയില്ല. ഉറപ്പല്ലേ? ശ്രദ്ധിക്കണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്രംബിൾ ചെയ്യാൻ പോവാണ്. ഇത് ശരിയായി വരാനുള്ള സാധ്യത വളരെ റയറാണ്. ഇനി എങ്ങാനും റെഡിയായി വന്നാൽ നല്ലൊരു കൈയടി തരണം. ഒരിക്കലും കൂവരുത്. ഓക്കെ, എല്ലാവരും കാണുന്നില്ലേ? ആദ്യം ഇത്ര അടുത്തൊന്നും ലോകത്ത് ആരും മാജിക് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ജസ്റ്റ് ഇങ്ങനെ ക്രംബിൾ ചെയ്ത് ഒരു ബോളിന്റെ ഷേപ്പ് ആക്കണം. കാണുന്നില്ല എല്ലാവരും? ഓക്കെ, പേപ്പർ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കീറാൻ പോകണം. അപ്പൊ നിങ്ങൾ ഇത് എത്ര തവണ കീറിയെന്നൊന്ന് കൗണ്ട് ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ മാജിക് വർക്ക് ആവില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കീറാൻ പോകണം. ഒന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങിക്കോ. 1 from this side also. 2 from this side again. 3. This is not my show or your show. This is നമ്മുടെ ഷോ. എൻ്റെ ഷോയോ നിങ്ങളുടെ ഷോയോ അല്ല, ഇത് നമ്മുടെ ഷോയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാംസും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് പേപ്പർ തരുമ്പോൾ ഒന്ന് കീറിയിട്ട് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആരെങ്കിലും കീറണം? അവിടെ ആരെങ്കിലും കീറണം? ചേച്ചി കീറിക്കണം. കീറിട്ട് തിരിച്ചു തരണം. അവിടെ ആരും കീറണ പോലെ കീറണം. ഇതുപോലത്തെ ചാൻസിന് എപ്പോഴും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇവിടെ ആരെങ്കിലും കീറണോ? ചിരി കണ്ട അറിയാവുന്ന ഉദ്ദേശം ഉണ്ടോന്ന്. ഇവിടെ ആരെങ്കിലും ചേട്ടാ ഐ ലൈക്ക് ഫ്രണ്ട്ലി സ്മൈൽ. അങ്ങനെ പറഞ്ഞാൽ ചിരിക്കുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ആരാണ്? ചേച്ചി കീറിക്കോളൂ. ഒരു പേപ്പർ കീറാനും ചിരിക്കുള്ളൂ. ഇവിടെ ആരെങ്കിലും കീറണോ? കീറിക്കോ. ഇനി അവിടെ ആരെങ്കിലും this should be a sweet memory for everyone. അതുകൊണ്ടാണ് അത് ശരി. കീറാൻ പറഞ്ഞ പൊടി പോലെ ഇരിക്കുന്നു. ഇത് കീറാനാ പറഞ്ഞത് പൊടിക്കാനാ? എടാ അത് കീറാനല്ല തന്നെ, ഇവിടെ പൊടിക്കാനാണ് പറഞ്ഞത്. പിന്നെ വീട്ടിലൊരുണ്ട് മലയാളികളുടെ തനി സ്വഭാവമാണെന്നുണ്ടാ മനസ്സിലേ. അത് കീറാൻ പറഞ്ഞപ്പോ പൊടി പോലെ ഇരിക്കുന്നു. നീ എവിടെ പറഞ്ഞേ? തിരൂര്. വേറെ ഒന്നുമല്ല. അവിടെ ആരെങ്കിലും പ്രോഗ്രാം വെച്ചിട്ട് വരണ്ട വെച്ചിട്ട് ഇതുപോലത്തെ ആൾക്കാരുടെ എന്ത് ചെയ്യും? അതുകൊണ്ട് കീറാൻ പറഞ്ഞപ്പോഴേ പൊടി പോലെ ഇരിക്കുന്നു. നിങ്ങൾ നീ തിരുകാരനാണോ? ഒരു ഫാമിലിയാണോ? ആരും മോശമല്ല. പൊടിച്ച് പൊടിച്ചിട്ട് പരിപാടി പൊളിക്കണ്ട. ഇങ്ങനെയാണ് ഒരു പേപ്പർ കയറുന്നത് കേട്ടോ. ചേച്ചി എന്ത് മാനിപാടെ കയറി നോക്കി. നിങ്ങളൊക്കെ എത്ര ഭേദം നോക്കി. ഞാൻ ചേച്ചി നന്നായെന്നൊക്കെ പറഞ്ഞപ്പോ അത് ദേഷ്യമുണ്ടാവും. ചേട്ടാ എങ്ങനെ പൊടിക്കാൻ പറ്റിയത്?
കേട്ടില്ല. പരിപാടി പൊളി ചേട്ടന് പൊടി പൊടി പോലാക്കിയിരിക്കുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് ആദ്യം ഒന്നിച്ച് ചെയ്യുന്ന സാധനമല്ല, നിങ്ങളിത് അവരുടെ കൈ കൊടുക്കണ്ട. വല്ല കാര്യം ഉണ്ടായിരുന്ന ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഇത്. വെറുതെ ഇവരുടെ കയ്യിൽ ഇത് പേപ്പർ കൊടുക്കണ്ട വല്ല കാര്യം. ഇത് പൊളിഞ്ഞില്ല. ഇനിയിപ്പോ ഒരു മാജിക് പൊളിഞ്ഞുള്ളൂ, ബാക്കിയെല്ലാം വിജയിച്ചു അല്ലേ? ഒരു മിനിറ്റ് ഉണ്ടോ? ഞാനേ ഓണറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അല്ല, എന്ത് ചെയ്യണം തീരുമാനിക്കട്ടെ. ഒന്നുകിൽ നിങ്ങൾ ഇതിന് മാറ്റണോ ഇല്ലെങ്കിൽ പേയ്മെന്റ് തരണോ എന്നുള്ളത്. അവന്റെ സന്തോഷം നോക്കി എനിക്ക് പേയ്മെന്റ് തരില്ല പറഞ്ഞപ്പോ ഇത്ര നേരം അവിടെ ഉറങ്ങരുത്. എനിക്ക് പേയ്മെന്റ് തരില്ല കേട്ട സന്തോഷം. സ്റ്റോറിലെത്തിയ എന്റെ വക ഒരു മാജിക് ഉണ്ട്. എന്താ? പേയ്മെന്റ് വാനിഷ്. അതാണ് ഇടയ്ക്ക് ചെയ്യാറുള്ളത്. നിങ്ങളുടെ ഫുഡുകളെ കാണാൻ വാനിഷ് ചെയ്യുന്നത്. അപ്പൊ നീ തുടങ്ങിക്കൂടെ? നീ തുടങ്ങാം. പേയ്മെന്റ് വേണ്ടല്ലേ? പേയ്മെന്റ് വേണം. അത് ശരി. ഇത്ര കോളാക്കുകയും ചെയ്തിട്ട് ഇനി പേയ്മെന്റ് കൂടി ഞാൻ തരണോ? എനിക്ക് കടലാസിനോട്ടാക്കി അറിയപ്പോഴോ അല്ലേ? കടലാസിനോട്ടാക്കി നിങ്ങൾ കണ്ടതല്ലേ? ആ അറിയണ ആളോടാണ് അവര് പറയണേ. ചേട്ടാ കടലാസ് ശരിക്കും നോട്ടാക്കി അറിയിച്ച് ഞങ്ങൾ വരേണ്ട വല്ല കാര്യമുണ്ട്. അപ്പൊ എന്തായാലും എന്താ ചെയ്യപ്പോ? ഒന്നും ചെയ്യാനില്ല. ഇതൊന്ന് നേരേക്ക് തന്നാ മതി. നേരേക്കണോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എല്ലാവരും 1 2 3 കൗണ്ട് ചെയ്യോ? കൗണ്ട് തുടങ്ങിയോ? 1 2 and 3. You can start from the beginning. It was a pleasure entertaining you. Wish you a life full of magic ahead. Thank you so much for watching my show. I'm signing off. Thank you so much. Thank you അനുഭായി. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു മാജിക് ഷോ. അപ്പൊ അനുഭായിട്ടുള്ള നല്ലൊരു കൈയ്യടി.